അടുത്തതായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ഒന്നാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ച കണക്ക് നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, വേരിയബിളിനെ എക്സ് ആയിട്ട് കൊടുത്ത് നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുത്ത് പിന്നെ സോൾവ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ആദ്യ പോർഷൻ നല്ല എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. When each side of square increased by 1 meter, the area become 36 meter square. ഒരു സ്ക്വയറിന്റെ ഓരോ സൈഡും എത്ര മീറ്റർ വെച്ച് കൂട്ടുന്നോ 1 മീറ്റർ വെച്ച് കൂട്ടിയാൽ ഏരിയ എത്രയാവും? 36 മീറ്റർ സ്ക്വയർ ആവും. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ? എങ്കിൽ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് എത്രയാണ്? അപ്പൊ ഒരു സ്ക്വയർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫിഗർ വരയ്ക്കുന്നത്. ഒരു സ്ക്വയറിന്റെ സൈഡ്, അപ്പൊ ആ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. എക്സ് 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 എക്സ്. ഓക്കെ, അതിന്റെ എല്ലാ സൈഡും എത്ര വെച്ച് കൂട്ടുകയാണ്? 1 മീറ്റർ വെച്ച് കൂട്ടുകയാണ്. അപ്പൊ ഒരു സ്ക്വയറിന്റെ എല്ലാ സൈഡും 1 മീറ്റർ വെച്ച് കൂട്ടുകയാണ് എങ്കിൽ ഈ സ്ക്വയർ വലുതാകുകയല്ലേ ചെയ്യുന്നത്? എല്ലാ സൈഡും 1 മീറ്റർ വെച്ച് കൂട്ടുകയാണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പൊ എല്ലാ സൈഡും 1 മീറ്റർ വെച്ച് കൂട്ടുന്നു. അപ്പൊ നോക്കി, എല്ലാ സൈഡും 1 മീറ്റർ വെച്ച് കൂട്ടുമ്പോൾ സ്ക്വയർ വലുത്. ഇവിടെ എക്സ് ആയിരുന്നു നമ്മൾ ആദ്യം സ്ക്വയറിന്റെ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് ആയിട്ട് എടുത്തത്. അത് ഇവിടെ വരുമ്പോൾ x+1 ഇത് x എല്ലാ സൈഡും എന്തിനാവും? 1 മീറ്റർ വെച്ച് കൂട്ടുമ്പോൾ എന്തിനാവും? x+1 വെച്ചാവും. അപ്പൊ ഏരിയ എത്രയാവും എന്നാണ് പറയുന്നത്? 1 മീറ്റർ വെച്ച് കൂട്ടുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ സൈഡ് 1 മീറ്റർ വെച്ച് കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സ്ക്വയർ, അതിന്റെ ഏരിയ എത്രയാണ്? 36 മീറ്റർ സ്ക്വയർ ആണ്. എങ്കില് ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ സൈഡ് എത്ര? ഡൗട്ട് ഉണ്ടോ? ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആയിരുന്നു. അതിന്റെ സൈഡ് എല്ലാം 1 മീറ്റർ കൂട്ടിയപ്പോൾ ഏരിയ എത്രയായി? 36 മീറ്റർ സ്ക്വയർ ആയി. എങ്കിൽ സ്ക്വയർ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എക്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ എന്ന് പറയുന്നത് ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ്, അതായത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ സൈഡ് എത്രയായിരുന്നു? എക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സൈഡ് ഓഫ് ന്യൂ സ്ക്വയർ അല്ലെങ്കിൽ ലാർജർ സ്ക്വയർ. ലാർജർ സ്ക്വയർ എന്ന് പറയുന്നത് കൂട്ടിയപ്പോഴുള്ള സ്ക്വയർ. സൈഡ് ഓഫ്, അതായത് വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് അത്ര x+1 കൂട്ടിയപ്പോൾ ഉള്ളത്. അപ്പൊ ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ, വലിയ സ്ക്വയറിന്റെ ഏരിയ, ലാർജർ അല്ലെങ്കിൽ ന്യൂ സ്ക്വയർ എന്ന് എഴുതാം. ഏരിയ എത്ര തന്നിട്ടുണ്ട്? ഏരിയ എത്ര തന്നിട്ടുണ്ട്? 36 മീറ്റർ സ്ക്വയർ. ഈ 36 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് വലിയ സ്ക്വയറിന്റെ ഏരിയ ആണ്. ഒരു സൈഡ് എത്രയാണ്? x+1. ഇത് എത്രയാണ്? x+1. അപ്പൊ x+1 × x+1 ആണ് എത്രയെന്ന് പറയുന്നത്? 36ന്റെ സ്ക്വയർ. അതായത് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? a സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. നിങ്ങൾ എഴുതിയതാണെന്നല്ല, a സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പൊ എന്തിനാണ്? x+1 the whole square is equal to എത്ര? 36. ഡൗട്ട് ഉണ്ടോ? x+1 the whole square is equal to 31. എങ്ങനെയാണ് ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ അല്ലെ പുതുതായിട്ട് കിട്ടിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞത്? പുതുതായിട്ട് കിട്ടിയ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? x+1. അപ്പൊ x+1 the whole square, സൈഡ് a ആണെങ്കിൽ a സ്ക്വയർ, x+1 ആണ് x+1 the whole square. അത് എത്ര വന്നിട്ടുണ്ട്? 36. അപ്പൊ x+1 the whole square is equal to 36. ഇനി നമ്മൾ റൂട്ട് എടുക്കണം. റൂട്ട് ടേക്കിംഗ് ഓൺ ബോത്ത് സൈഡ്. രണ്ടിടത്തും എന്തെടുക്കാം? റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ സ്ക്വയർ അങ്ങ് പോകും. എന്തിനാവും? x+1. റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ അങ്ങ് പോകും. റൈറ്റ് സൈഡിൽ എടുക്കണം. അപ്പൊ എത്ര? റൂട്ട് 36. അപ്പൊ x+1 is equal to റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഈ +1 അപ്പുറം പോകുമ്പോൾ എന്തിനാവും? -1 ആവും. x is equal to 6 - 1 is equal to 5 മീറ്റർ. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, എങ്ങനെയാണ് ഇത്? x+1 the whole square 36 ആണ്. റൂട്ട് എടുക്കുമ്പോൾ ഈ സ്ക്വയർ അങ്ങ് പോകും. റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. +1 അപ്പുറം മൈനസ് ആവും, 5 ആവും. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ സൈഡ് 5 ആയിരുന്നു. 5 അതിന്റെ സൈഡ് 1 മീറ്റർ കൂട്ടിയപ്പോ ഏരിയ 36. അപ്പൊ 5 എന്നുള്ളത് ഇവിടെ 1 മീറ്റർ കൂട്ടുമ്പോ എത്രയാവും? 6. 6ന്റെ സ്ക്വയർ അല്ലേ 36. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യമാണ്. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം. When each side of square reduced by 2 meter, ഒരു സ്ക്വയറിന്റെ എല്ലാ സൈഡും 2 മീറ്റർ വെച്ച് കുറയ്ക്കുന്നു. The area become 49 meter square. ഏരിയ എത്രയാവും? 49 meter square ആയിട്ട് മാറും. What is the length of side of original square? എങ്കിൽ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് എത്രയാണ്? ഓക്കെ, ഒരു സ്ക്വയർ, ആ സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിന്റെ സൈഡ് എല്ലാം എത്രയാണ്? x ആണ് ഏരിയ. ഓക്കെ, അതിന്റെ സൈഡ് എല്ലാം 2 മീറ്റർ വെച്ച് എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പോഴേ സ്ക്വയർ ചെറുതാവുകയാണ്. ഓക്കെ,
ഇത് എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു. ഓക്കെ, സൈഡ് എല്ലാം 2 മീറ്റർ വെച്ച് കുറയ്ക്കണം. അപ്പൊ ഏരിയ എത്രയാവും? 49 മീറ്റർ സ്ക്വയർ. അപ്പൊ അതിന്റെ ഏരിയ 49 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എക്സ് മീറ്റർ ആണ്. അപ്പൊ അതിന്റെ സൈഡ് ഓഫ് ന്യൂ സ്ക്വയർ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന അല്ലെങ്കിൽ ചെറിയ സൈഡ് ഓഫ് ന്യൂ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയാം. അതായത് ഇവിടെ പുതുതായിട്ട് കിട്ടിയ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണോ ഉള്ളത് അതിനെക്കാട്ടും എത്ര കുറവാണ്? എക്സ് മൈനസ് 2 മീറ്റർ ആണ്. എത്രയാണ്? എക്സ് മൈനസ് 2 മീറ്റർ ആണ്. അതിന്റെ ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ, പുതിയ സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട്. അതായത് ഓരോ സൈഡും 2 മീറ്റർ വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്? 49. അപ്പം അത് ഏരിയ എത്ര തന്നിട്ടുണ്ടോ? 49 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് 49 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ, ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? എക്സ് മൈനസ് 2. അപ്പൊ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് എത്രയെന്ന് പറയുന്നത്? 49. നമുക്ക് ഇവിടുന്ന് ഒറ്റയടിക്കാൻ എടുക്കാം കേട്ടോ. എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ് 49. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് എഴുതി എഴുതുന്നതേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ തന്നെ ഒറ്റയടിക്ക് എഴുതാം. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 40. കണ്ട, ഈ ഒരു പടത്തിൽ തന്നെ നമുക്ക് എത്ര എഴുതും? നേരത്തെ കണക്കില്ല. ഓക്കെ, ഇനി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ആര് പോവും? ആ സ്ക്വയർ അങ്ങ് പോവും. അപ്പൊ എത്ര? എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 49. ഓക്കെ, ഇപ്പൊ എത്ര? എക്സ് മൈനസ് 2 ഈക്വൽ ടു റൂട്ട് 49 എത്രയാണ്? 7. ഓക്കെ, ഈ മൈനസ് 2 അങ്ങ് ഈക്വൽ നമ്പർ പോകുമ്പോൾ എത്രയാവും? പ്ലസ് ആവും. എക്സ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എത്ര? 9. ഓക്കെ, അപ്പൊ എന്തിനാണ്? സ്ക്വയറിന്റെ സൈഡ് എത്ര എന്നാണ്? 9 ആണ്. അതായത് ഇവിടെ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 9 ഉണ്ടായിരുന്നു. 9 2 കുറച്ചപ്പോ എത്രയായി? പിന്നെ ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ സൈഡ് 7 ആയി. 7ന്റെ സ്ക്വയർ ആണ് 49. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. The square of a side of a term in arithmetic sequence 2, 5, 8 etc. is 2500. What is the position? അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. ഞാൻ താഴോട്ട് എഴുതുകയാണ് 2, 5, 8 എക്സെട്ര. ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ ഏതോ ഒരു ടേമിന്റെ ടേം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ടേമിന്റെ സ്ക്വയർ എത്രയാണ്? 2500 ആണ്. അങ്ങനെ ഏതോ ഒരു ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിനാണ്? എക്സ് എൻ്റെ സ്ക്വയർ ആണ് എത്രയെന്ന് പറഞ്ഞാൽ 2500. ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേമിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2500 ആണ്. ഒരു ടേം എന്ന് പറയുന്നത് ഈ സീക്വൻസിന്റെ കോമൺ ആയിട്ട് ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ അൽജിബ്ര എക്സ്പ്രഷന്റെ സ്ക്വയർ ആണ് എത്രയും തന്നേക്കുന്നത്? 2500. ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അൽജിബ്ര എക്സ്പ്രഷന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അൽജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഈ സീക്വൻസിന്റെ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഓക്കെ, അപ്പൊ dn എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് d എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആണ്. 3n പ്ലസ് f എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എത്ര? 2 മൈനസ് d. അപ്പൊ എത്ര? 3n. 2 3 മൈനസ് ചെയ്യുമ്പോൾ 3n മൈനസ് 1. അതിന്റെ സ്ക്വയർ ആണ് എത്രയെന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ 3n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര? 2500. അതായത് ഈ എക്സ് അൽജിബ്ര എക്സ്പ്രഷൻ പകരം നമ്മൾ അൽജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയെന്ന്? 3n മൈനസ് 1. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ അങ്ങ് പോവും. എത്ര? 3n മൈനസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 2500. ഓക്കെ, അപ്പൊ 3n മൈനസ് 1 ഈസ് ഈക്വൽ ടു 2500 റൂട്ട് എത്രയാണ്? ഇന്നലെ പഠിച്ചു 25 സ്ക്വയർ ആണ്, 5ന്റെ സ്ക്വയർ ആണ്, 2 0 ഉണ്ട്. അപ്പൊ എത്ര? 50 ആണ്. ഓക്കെ, അപ്പൊ 3n മൈനസ് ഈ മൈനസ് അങ്ങ് അപ്പുറം പോകുമ്പോൾ എന്തിനാവും? പ്ലസ്. മൈനസ് 1 അപ്പുറം പോകുമ്പോൾ പ്ലസ് 1 ആവും. 50 പ്ലസ് 1. ഓക്കെ, അപ്പൊ 3n ഈസ് ഈക്വൽ ടു എത്രയാണ്? 51. n ഈസ് ഈക്വൽ ടു 51/3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 17. ഓക്കെ, എത്രയാണ്? 17. അപ്പം 17ാമത്തെ ടേമിന്റെ സ്ക്വയർ ആണ് ആരെന്ന് പറയുന്നത്? 2500. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ സീക്വൻസ് 2, 5, 8 എക്സെട്രാ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സീക്വൻസിന്റെ ഏതോ ഒരു ടേമിന്റെ, അതായത് ആ സീക്വൻസിന്റെ അൽജിബ്ര എക്സ്പ്രഷന്റെ സ്ക്വയർ ആണ് 2500. അൽജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. 3n മൈനസ് 1 സ്ക്വയർ 2500. സ്ക്വയർ പോകാൻ വേണ്ടി ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റൂട്ട് എടുത്തു. അപ്പൊ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ അങ്ങ് പോവും. ഇവിടെ ഞാൻ റൂട്ട് എടുത്തു. റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ 50 ആയി. മൈനസ് 1 അപ്പുറം പോകുമ്പോൾ പ്ലസ് 1 ആയി. 3n ഈസ് ഈക്വൽ ടു 51. n ഈസ് ഈക്വൽ ടു 51/3 17. ഈ 17th ടേമിന്റെ സ്ക്വയർ ആണ് 2500.
അടുത്ത ചോദ്യം, ഒരു സ്ക്വയർ ഗ്രൗണ്ട്, ആ സ്ക്വയർ ഗ്രൗണ്ടിന് ഹാസ് 2 മീറ്റർ വൈഡ് പാത്ത് ഓൾ അറൗണ്ട് ഇറ്റ്. ആ സ്ക്വയർ ഗ്രൗണ്ടിന് ചുറ്റും 2 മീറ്റർ വിട്ടുള്ള വൈഡുള്ള ഒരു ഇത് പാത്ത് എന്ന് പറഞ്ഞാൽ നടപ്പാത ഉണ്ടാക്കാൻ പോവുകയാണ്. ടോട്ടൽ ഏരിയ ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത്, ഗ്രൗണ്ടും പാത്തും ഉൾപ്പെട്ട പോർഷന്റെ ഏരിയ 1225 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ എത്ര? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനൊരു ഗ്രൗണ്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. ഓക്കെ, ഓക്കെ, ഇത് ഗ്രൗണ്ടാ. ഓക്കെ, അടുത്തത് ഈ ഗ്രൗണ്ടിന് ചുറ്റും എന്ത് വേണം? ഒരു നടപ്പാത വേണം, ഒരു പാത്ത്. ഓക്കെ, ഒരു പാത്ത് വേണം, അതാണ് ഈ പാത്ത്. ഓക്കെ, ഈ വരച്ചിരിക്കുന്നതാണ് അതിന്റെ പാത്ത്. ഗ്രൗണ്ടിന് ചുറ്റും ഒരു പാത്ത്. ഓക്കെ, ഇതിനകത്ത് ഈ ഗ്രൗണ്ടിന്റെ സൈഡ് എനിക്ക് അറിയത്തില്ല, ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ ഇതെല്ലാം എത്ര വെച്ചിട്ടായിരിക്കും? എക്സ് വെച്ചാൽ ഗ്രൗണ്ട് ഒരു സ്ക്വയർ ഗ്രൗണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഒരു സ്ക്വയർ ഗ്രൗണ്ട് ആണ്. അപ്പം സ്ക്വയർ ഗ്രൗണ്ട്, ആ സ്ക്വയർ ഗ്രൗണ്ടിന്റെ സൈഡ് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇതിന് ചുറ്റും 2 മീറ്റർ വിട്ടുള്ള പാത്ത്, ഇതൊക്കെ 2 മീറ്റർ ആണ്. ഇതാണ് അതിന്റെ വിട്ട് എന്ന് പറഞ്ഞാൽ പാത്തിന്റെ നടപ്പായത്. ഇതും എത്രയാണ്? 2. ഇതൊക്കെ എത്രയാണ്? 2 മീറ്റർ വിട്ടുള്ള ഒരു പാത്ത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ഇതാണ് നമുക്ക് ഈ 2 മീറ്റർ വിട്ടുള്ള പാത്ത്. നമ്മുടെ പുതിയൊരു സ്ക്വയർ അവിടെ വരും. ഇത് എക്സ് ആണ്. ഇത് ഇവിടെ എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 2. അപ്പൊ എത്രയാണ്? 2 മീറ്റർ വിട്ട് തന്നെ പറയുന്നത്. ഇവിടെ എത്രയാവും? എക്സ് പ്ലസ് 4. ഓക്കെ, എക്സ് പ്ലസ് 4. അപ്പൊ ഇത് എത്ര തന്നെയാവും? എക്സ് പ്ലസ് 4 ആവും. ഓക്കെ, അത് എങ്ങനെയാണ് എക്സ് പ്ലസ് 4 ആവുമെന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിന്റെ സൈഡ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. ഇവിടെ ഈ പോർഷൻ കണ്ടല്ലോ, ഈ പോർഷൻ ഇത് എത്രയാണ്? ഇത് 2 ആണ്. ഇത് പാത്തല്ലേ, പാത്തിന്റെ വിടുത്ത് ഇവിടെയും 2 ആണ്. അപ്പം ഇവിടുത്തെ 2 ഇവിടുത്തെ 2 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4. ഈ എക്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 4 കിട്ടും. അപ്പൊ അതേപോലെ എല്ലാ സൈഡും എത്രയാവും? എക്സ് പ്ലസ് 4 ആയിട്ട് മാറും. ഓക്കെ, എല്ലാ സൈഡും എക്സ് പ്ലസ് 4 ആണ്. ഇത് എന്തിനാവും? എക്സ് പ്ലസ് 4. എങ്ങനെയാണ് എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ പാത്തിന്റെ വിടുത്ത് 2 ആണ്. അപ്പൊ ഇത് എക്സ് ആണ്, ഇത് 2ഉം ഇത് 2ഉം ചേരുമ്പോൾ 4. എങ്ങനെയാണ് എക്സ് പ്ലസ് 4 ആവുന്നത്? കേട്ടുണ്ടോ? ഇത് ഇത്രയും 2 ആണ്. ഓക്കെ, ഇതും 2 ആണ്, ഇതും 2 ആണ്. അങ്ങനെയാണ് അത് എക്സ് പ്ലസ് 4 ആണ്. അപ്പൊ ഗ്രൗണ്ടിന്റെ സൈഡ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഗ്രൗണ്ടും പാത്തും ഉൾപ്പെട്ട വലിയൊരു സ്ക്വയർ, അതിന്റെ സൈഡ് എന്തായിട്ട് മാറി? എക്സ് പ്ലസ് 4 ആയിട്ട് മാറും. ഓക്കെ, ഗ്രൗണ്ടിന്റെ സൈഡ് നമുക്ക് ആദ്യം എഴുതാം. ഗ്രൗണ്ടിന്റെ സൈഡ് എത്രയാണ്? എക്സ് ആണ്. ഓക്കെ, ഗ്രൗണ്ടിന്റെ സൈഡ് എക്സ്. അടുത്തത് ഗ്രൗണ്ടിന്റെയും ഗ്രൗണ്ട് ആൻഡ് പാത്ത് ഉൾപ്പെട്ട സ്ക്വയർ, ഗ്രൗണ്ടും പാത്തും ഉൾപ്പെട്ട ഒരു വലിയ സ്ക്വയർ ഉണ്ടല്ലോ, അതിന്റെ സൈഡാണ് എക്സ് പ്ലസ് 4. ഓക്കെ, ഈ ഗ്രൗണ്ടും പാത്തും, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അകത്ത് കിടക്കുന്ന സ്ക്വയർ, പാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള ആ ഗ്രൗണ്ടും പാത്തും ഉൾപ്പെട്ട സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലിയ സ്ക്വയർ, അതിന്റെ ഒരു സൈഡാണ് എത്രയെന്ന് പറഞ്ഞത്? എക്സ് പ്ലസ് 4. അതിന്റെ ഏരിയയാണ് തന്നിട്ടുള്ളത്. ടോട്ടൽ ഏരിയ ഗ്രൗണ്ട് ആൻഡ് പാത്ത് ഈസ്, അതായത് ഗ്രൗണ്ടും പാത്തും ഉൾപ്പെട്ട സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വെളിയിൽ കിടക്കുന്ന വലിയ സ്ക്വയറിന്റെ ഏരിയ. തെറ്റരുത്. ഏരിയ ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും പാത്തും ഉൾപ്പെട്ട സ്ക്വയറിന്റെ ഏരിയ. ഓക്കെ, എത്രയാണ്? ഏരിയ ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത്. ഓക്കെ, ഏരിയ ഓഫ് സ്ക്വയർ ഇൻക്ലൂഡിങ് ഗ്രൗണ്ട് ആൻഡ് പാത്ത്. ഗ്രൗണ്ട് ആൻഡ് പാത്ത്, ഗ്രൗണ്ടും പാത്തും ഉൾപ്പെട്ട സ്ക്വയറിന്റെ ഏരിയ ആണ് 1225. അതായത് വലിയ സ്ക്വയറിന്റെ ഏരിയ. വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ്? എക്സ് പ്ലസ് 4. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എത്ര? എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ വലിയ സ്ക്വയർ, അത് എത്ര? എക്സ് പ്ലസ് 4. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. എത്രയും തന്നിട്ടുണ്ട്? 1225 എന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തെ സ്ക്വയർ അങ്ങ് പോകും. അപ്പൊ എന്തിനാവും? എക്സ് പ്ലസ് 4. അടുത്ത എത്രയാവും? 35. 4 അപ്പുറത്ത് കൊണ്ടുപോവാ. 35 മൈനസ് 4. ആൻസർ എത്ര? 31 മീറ്റർ. എത്ര കിട്ടും? 31 മീറ്റർ. അതാണ് ഗ്രൗണ്ടിന്റെ സൈഡ്. ഗ്രൗണ്ടിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രൗണ്ടിന്റെ സൈഡ് 31 മീറ്റർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ഗ്രൗണ്ടിന്റെ ഏരിയ. ഗ്രൗണ്ടിന്റെ ഏരിയ എന്ന് പറയാം. ഗ്രൗണ്ടിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന്റെ സൈഡ് കിട്ടി. ഗ്രൗണ്ട് ഏ ഷേപ്പ് ആണ്, സ്ക്വയർ. അപ്പൊ 31ന്റെ സ്ക്വയർ ആൻസർ 961 മീറ്റർ സ്ക്വയർ. ഓക്കെ, അതാണ് ഗ്രൗണ്ടിന്റെ സൈഡ് എത്ര? 31. ഗ്രൗണ്ടിന്റെ ഏരിയ ചോദിക്കുകയാണെങ്കിൽ 31ന്റെ സ്ക്വയർ എത്രയാണ്?
961 മീറ്റർ സ്ക്വയർ. അടുത്തതായിട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഒരാൾ 2000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നു ഒരു സ്കീമിൽ, അത് എവിടെയാണെന്ന് പറയുന്നില്ല, ബാങ്കിലോ എവിടെയോ 2000 രൂപ ഒരു സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ് അയാൾ വഴിയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. 2 വർഷം കഴിയുമ്പോൾ അയാളുടെ എമൗണ്ട് 2205 റുപ്പീസ് ആയിട്ട് മാറും. എങ്കിൽ എത്ര രൂപ പലിശ നിരക്കിലാണ്, ഏത് റേറ്റിലാണ് അദ്ദേഹം ആ എമൗണ്ട് ആയ 2000 രൂപ നിക്ഷേപിച്ചത്, ഓക്കെ, ഡിപ്പോസിറ്റ് ചെയ്തത്? അപ്പൊ ഇതിനകത്ത് ആദ്യം നമുക്ക് നമ്മൾ ഇട്ട തുക, ഡിപ്പോസിറ്റ് തുകയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അതിന്റെ ക്വസ്റ്റ്യൻ ആണ് 2000 രൂപ. ഓക്കെ, എത്ര വർഷത്തേക്കാണ് ഇടുന്നത്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് 2 ഇയേഴ്സ്. എമൗണ്ട് എത്ര രൂപയായി? 2205. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാം. പ്രിൻസിപ്പൽ എമൗണ്ട് 2000 ആണ്, ഇതാണ് 2000 പ്രിൻസിപ്പൽ എമൗണ്ട്. എത്ര വർഷത്തേക്കാണ് ഇടുന്നത്? 2 വർഷത്തേക്കാണ് ഇടുന്നത്. അത് എത്ര രൂപയാവും? 2 വർഷം കഴിഞ്ഞ് പലിശയും ഇൻട്രസ്റ്റും നമ്മുടെ എമൗണ്ടോട് ചേർന്ന് നമുക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? എമൗണ്ട് 2000. ഈ 2000വും അതിന്റെ ഇൻട്രസ്റ്റോടെ ചേർന്ന് നമുക്ക് 2205 രൂപ എന്തെയും കിട്ടും. ഓക്കെ, നമുക്ക് റേറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. റേറ്റ് നമുക്ക് അറിഞ്ഞൂടാ. റേറ്റ് ആറാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതാം. എമൗണ്ട് കണ്ടുപിടിക്കുക P into 1 plus R by 100 raised to n is equal to amount. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, തിരിച്ചു എഴുതാം, മറിച്ചു എഴുതാം, എങ്ങനെയാണ് എഴുതാം? P into 1 plus R by 100 all raised to n ആണ് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, Pക്ക് വരെ എത്ര കൊടുക്കാം? 2000 കൊടുക്കാം. 1 plus R നമുക്ക് അറിഞ്ഞൂടാ, 2 is equal to എമൗണ്ട് എത്ര കിട്ടും നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട്? 2205. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഈ 2000 എങ്ങനെ അപ്പുറത്തോണ്ട് പോവാം. ബാക്കി ഇവിടെ ആരാളോ? 1 plus R by 100 the whole square raised to, ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന 2000 അപ്പുറം പോകുമ്പോൾ എന്തിനാവും? ഡിവൈഡ് ആവും. ഇപ്പൊ എത്ര? 2205 ഡിവൈഡ് ബൈ 2000. ഓക്കെ, അപ്പൊ 1 plus R by 100 the whole square. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ മേളില് 441, താഴെ 400. ഓക്കെ, കട്ട് ചെയ്താൽ മതി. ഇനി രണ്ടടുത്ത് നമുക്ക് സ്ക്വയർ ഉണ്ട്, നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. ഓക്കെ, സ്ക്വയർ എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1 plus R by 100, ഇവിടുത്തെ സ്ക്വയർ അങ്ങ് പോവും. റൂട്ട് ഓഫ് 441 ഡിവൈഡ് ബൈ 400. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ബാക്കി ഇങ്ങോട്ട് എഴുതിയാണ്. 1 plus R by 100 is equal to 441 റൂട്ടാണ് 21 ഡിവൈഡ് ബൈ എത്ര? 20. ഓക്കെ, അടുത്തത് ഈ പ്ലസ് 1 അപ്പുറം പോകുമ്പോൾ എന്തിനാവും? -1 ആവും. അപ്പൊ എത്ര? R by 100 is equal to 21 by 20 minus 1. ഓക്കെ, R by 100 is equal to, ഇവിടെ താഴെ ഒന്നുണ്ട്, ക്രോസ് ചെയ്യുമ്പോൾ 21 minus 20 ഹോൾ ഡിവൈഡ് ബൈ 20. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ. 21 into 1 21, 20 into 1 20, ഹോൾ ഡിവൈഡ് ബൈ 20 into 1, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ ചെയ്യുമ്പോൾ 1 by 20. ഓക്കെ, R by 100 is equal to 1 by 20. ഈ 100നെ അപ്പുറത്തോണ്ട് പോവാ. അപ്പൊ എത്ര? R is equal to 100 divided by 20. ആൻസർ എത്രയാണ്? 5%. ഓക്കെ, ഒന്നുകൂടെ നോക്കുക. നമ്മൾ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ എടുത്തു. അവിടെ നമ്മൾ P യുടെ വാല്യൂ കൊടുത്തു, N ന്റെ വാല്യൂ കൊടുത്തു, A യുടെ വാല്യൂ കൊടുത്തു. അത് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ 2000 അപ്പുറത്തോണ്ട് പോയി ഡിവൈഡ് ചെയ്തു. അപ്പം 2205 ബൈ 2000 കട്ട് ചെയ്യുമ്പോൾ 441 ബൈ 400. രണ്ട് സ്ഥലത്തും നമ്മൾ സ്ക്വയർ റൂട്ട്, ഇവിടെ സ്ക്വയർ ആയി, ഇവിടെ സ്ക്വയർ ടൈം വന്നു. അപ്പൊ രണ്ടു റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ പോയി, ഇവിടെ റൂട്ടായി. 441 21ന്റെ റൂട്ടാണ്, 400 20ന്റെ റൂട്ടാണ്. ഈ പ്ലസ് 1 അപ്പുറം പോകുമ്പോൾ എന്തിനാവും? -1 ആവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 - 20 ബൈ 20. 21 20 1, ഡിനോമിനേറ്റർ 2. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് 100, അവിടെ പോകുമ്പോൾ ഇൻറ്റു, അപ്പൊ 100 ബൈ 20. 20 കൊണ്ട് 100നെ കട്ട് ചെയ്യുമ്പോൾ റേറ്റ് എത്രയെന്ന് പറയുന്നത്? റേറ്റ് എത്ര പെർസെന്റേജ് ആണ് കിട്ടുന്നത്? 5% റേറ്റിനാണ് അദ്ദേഹം ആ ബാങ്കില് അല്ലെങ്കിൽ ആ സ്കീമിൽ ആ പൈസ ഇട്ടത്.